നമസ്തേ. മലപ്പുറത്ത് നിന്നും നാസർക്ക ഡിസ്ക് ബൾജ് മൂലം നടുവേദനയും കാലിലേക്ക് വലിച്ചിലും തരിപ്പും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്ന് അദ്ദേഹം ഡിസ്ചാർജ് ആയി നാട്ടിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഗൾഫിലായിരുന്നു. അവിടുന്ന് ഡിസ്ക് ബൾജ് അത് കാലിലേക്ക് തരിപ്പൊക്കെ ആയിട്ട് വീൽ ചെയറിലാണ് എത്തിയത്. അങ്ങനെ നാട്ടിൽ വന്ന് പെരിന്തൽമണ്ണ ഒന്ന് രണ്ട് നല്ല ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. അവിടെ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ അതുകൊണ്ട് ശരിയായിട്ടില്ലെങ്കിൽ സർജറിയും പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ഒരു അളിയൻ പറഞ്ഞു, ഇങ്ങനെ കാരന്തൂർ, കോഴിക്കോട് കാരന്തൂർ ചന്ദ്രൻകുരിക്കൽ കൈരളി ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റൽ, അവിടെ ഇതിന് പറ്റിയ സ്ഥലമാണ്, അയാളുടെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ്. 50 ദിവസമായി ഇന്നക്കൽക്ക് മാറിയിട്ട് അതിൻ്റെ ചികിത്സകളൊക്കെ ചെയ്തു. അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് നടക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. എന്തൊക്കെയായിരുന്നു വരുമ്പോഴുള്ള പ്രധാന ബുദ്ധിമുട്ടുകൾ? വരുമ്പോൾ ഡിസ്കിന് തകരാറ്, പിന്നെ നീരാൻ വയ്യ, കാല് നീർത്താൻ വയ്യ. അത് 2-3 ദിവസം അതിന് ട്രീറ്റൊക്കെ ചെയ്തു. അവിടുന്ന് ഗൾഫിൽ നിന്ന് ഗുളികയും ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ കാലിലേക്ക് എടുക്കലും കാലിൽ തരിപ്പും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേയിൽ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് വിദഗ്ധ ചികിത്സക്ക് നാട്ടിൽ പോവായിരിക്കും നല്ലത്. MRI നാട്ടിൽ നിന്ന് എടുത്തത്. പിന്നെ പെരിന്തൽമണ്ണ വന്നു. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവിടുന്ന് ആദ്യം അവർ പറഞ്ഞു ഫിസിയോതെറാപ്പി നോക്കാം, അത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അളിയനാണ് പറഞ്ഞത്, പിന്നെ ഇങ്ങനെ കോഴിക്കോട് കാരന്തൂർ ചന്ദ്രൻകുരിക്കൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ഇതിന് ബെസ്റ്റ്, ഈ ട്രീറ്റ്മെൻറ്റ് ഡിസ്ക് ബൾജിന് ബെസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പോൾ 50 ദിവസമായി. ഇന്ന് ഡിസ്ചാർജാണ്. എൻ്റെ എല്ലാ അസുഖവും മാറി. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്.